ജനുവരി 21 ആരംഭിക്കുന്ന ന്യൂസിലാൻഡിനെതിരായ T20 പരമ്പരയ്ക്ക് തയ്യാറെടുക്കുന്ന ഇന്ത്യൻ ടീമിന് അപ്രതീക്ഷിത തിരിച്ചടി. മധ്യനിരയിലെ വിശ്വസ്തനും ഫോമിലുള്ള താരവുമായ തിലക് വർമ്മ പരിക്കിനെ തുടർന്ന് പരമ്പരയിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. പരിക്കിനെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ തിലകിന് 4 ആഴ്ചയിലധികം വിശ്രമം വേണ്ടിവരും. ഇതോടെ T20 ലോകകപ്പിന് തൊട്ടുമുമ്പുള്ള സുപ്രധാന പരമ്പരയിൽ തിലകില്ലാതെ പുതിയൊരു ടീം കോമ്പിനേഷൻ കണ്ടെത്തേണ്ട അവസ്ഥയിലാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും കോച്ച് ഗൗതം ഗംഭീറും. എന്നാൽ തിലകിന്റെ അഭാവം മറ്റൊരു സൂപ്പർ താരത്തിന് ടീമിലേക്കുള്ള രാജകീയ തിരിച്ചുവരവിന് വഴിയൊരുക്കിയിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, വെടിക്കെട്ട് വീരൻ ഇഷാൻ കിഷൻ തന്നെ. തിലക് വർമ്മയുടെ ഒഴിവിലേക്ക് ഇഷാൻ കിഷൻ എത്തുമ്പോൾ ഇന്ത്യയുടെ പ്ലേയിങ് 11 എങ്ങനെയായിരിക്കും? വിശദമായി പരിശോധിക്കാം. ഇന്ത്യൻ മധ്യനിരയിൽ ഇടംകൈയ്യൻ ബാറ്ററുടെ റോൾ ഭംഗിയായി കൈകാര്യം ചെയ്തിരുന്ന തിലക് വർമ്മയുടെ അഭാവം നികത്താൻ ഏറ്റവും അനുയോജ്യൻ ഇഷാൻ കിഷൻ തന്നെയാണ്. നിലവിലെ സ്ക്വാഡിൽ സഞ്ജു സാംസൺ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറും ഓപ്പണറുമായതിനാൽ ഇഷാന് പ്ലേയിങ് 11 സ്ഥാനം ഉറപ്പില്ലായിരുന്നു. എന്നാൽ തിലക് പുറത്തായതോടെ 3-ാം നമ്പർ പൊസിഷൻ ഒഴിവ് വന്നിരിക്കുകയാണ്. തിലകിനെ പോലെ തന്നെ ആക്രമിച്ചു കളിക്കുന്ന ഇടംകൈയ്യൻ ബാറ്ററാണ് ഇഷാൻ. ആഭ്യന്തര ക്രിക്കറ്റിൽ അദ്ദേഹം ഇപ്പോൾ സ്വപ്നതുല്യമായ ഫോമിലുമാണ്. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി, 200-നടുത്ത് സ്ട്രൈക്ക് റേറ്റിൽ 500-ലധികം റൺസാണ് ഇഷാൻ അടിച്ചുകൂട്ടിയത്. വിജയ് ഹസാരെ ട്രോഫി, വെറും 33 പന്തിൽ സെഞ്ചുറി നേടി ലിസ്റ്റ് എ ക്രിക്കറ്റിലെ വിസ്മയമായി. 2 വർഷമായി ദേശീയ ടീമിന് പുറത്തു നിൽക്കുന്ന ഇഷാന് ലോകകപ്പിന് മുൻപ് തന്റെ കഴിവ് തെളിയിക്കാൻ ഇതിലും മികച്ചൊരവസരം ലഭിക്കാനില്ല. തിലകിന്റെ വിടവ് നികത്താൻ ഇഷാനേക്കാൾ മികച്ചൊരു ഓപ്ഷൻ നിലവിൽ ഇന്ത്യക്കില്ല. തിലക് മാറിയാലും ഓപ്പണിംഗ് കോമ്പിനേഷനിൽ ഇന്ത്യ മാറ്റം വരുത്താൻ സാധ്യതയില്ല. T20 ലോകകപ്പിലും ഇന്ത്യയുടെ വജ്രായുധങ്ങൾ മലയാളി താരം സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയുമായിരിക്കും. സഞ്ജു സാംസൺ ഓപ്പണർ റോളിൽ ഹാട്രിക് സെഞ്ചുറി നേട്ടത്തിനടുത്തെത്തിയ സഞ്ജു ഇപ്പോൾ കരിയറിലെ ഏറ്റവും മികച്ച ഫോമിലാണ്. അഭിഷേക് ശർമ്മ, ആദ്യ പന്ത് മുതൽ ആക്രമിക്കുന്ന അഭിഷേകിന്റെ ശൈലി പവർ പ്ലേയിൽ ഇന്ത്യക്ക് വലിയ മുൻതൂക്കം നൽകുന്നു. ഇവരിൽ ഒരാൾക്ക് പരിക്കേറ്റാൽ മാത്രമേ ഇഷാൻ കിഷനെ ഓപ്പണിംഗിലേക്ക് പരിഗണിക്കൂ. അതുവരെ ഇഷാൻ 3-ാം നമ്പറിൽ കളി നിയന്ത്രിക്കും. സൂര്യകുമാർ യാദവ് അഗ്നി പരീക്ഷ, 4-ാം നമ്പറിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തന്നെയാകും ഇറങ്ങുക. എന്നാൽ സൂര്യയെ സംബന്ധിച്ചിടത്തോളം ഈ പരമ്പര അതീവ നിർണായകമാണ്. കഴിഞ്ഞ വർഷം T20-യിൽ ഒരു അർദ്ധ സെഞ്ചുറി പോലും നേടാൻ സൂര്യക്ക് സാധിച്ചിട്ടില്ല. ലോകകപ്പിന് തൊട്ടുമുമ്പ് ഫോം വീണ്ടെടുക്കാനുള്ള അദ്ദേഹത്തിന്റെ അവസാന അവസരമാണിത്. തിലക് ഇല്ലാത്ത സാഹചര്യത്തിൽ മധ്യനിരയുടെ ഉത്തരവാദിത്തം സൂര്യയുടെ തോളിലാണ്. ക്യാപ്റ്റൻ എന്ന നിലയിലും ബാറ്റർ എന്ന നിലയിലും സൂര്യക്ക് തിളങ്ങിയേ തീരൂ. ഓൾറൗണ്ടർമാരുടെ കരുത്ത്, 5-6 സ്ഥാനങ്ങളിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് കരുത്ത് വർദ്ധിപ്പിക്കുന്നത് ശിവൻ ദുബെയും ഹാർദിക് പാണ്ഡ്യയുമാണ്. രണ്ടുപേരും സീം ബൗളിംഗ് ഓൾറൗണ്ടർമാരായതിനാൽ ബൗളിങ്ങിലും ഇവർക്ക് നിർണായക റോളുണ്ട്. മധ്യ ഓവറുകളിൽ സ്പിന്നർമാരെ ആക്രമിക്കാനും ഡെത്ത് ഓവറുകളിൽ ഫിനിഷ് ചെയ്യാനും ഇവർക്കുള്ള കഴിവ് അപാരമാണ്. ഫിനിഷിങ്ങും സ്പിൻ തന്ത്രവും, 7-ാം നമ്പറിൽ ഫിനിഷർ റോളിൽ റിങ്കു സിംഗിന്റെ സ്ഥാനം സുരക്ഷിതമാണ്. 8-ാം നമ്പറിൽ അക്സർ പട്ടേൽ എത്തുന്നതോടെ ബാറ്റിംഗ് ഡെത്ത് വർദ്ധിക്കും. 9-ാം നമ്പറിൽ സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി വരുൺ ചക്രവർത്തി ടീമിലെത്തും. നിലവിലെ ഫോം വെച്ച് നോക്കുമ്പോൾ കുൽദീപ് യാദവിനേക്കാൾ വരുണിനാണ് മുൻഗണന. വരുണിന്റെ മിസ്റ്ററി സ്പിൻ ന്യൂസിലാൻഡ് ബാറ്റർമാർക്ക് വലിയ വെല്ലുവിളിയാകും. പേസ് ആക്രമണം, 11ഉം 12ഉം സ്ഥാനങ്ങളിൽ പേസ് ആക്രമണത്തിന് നേതൃത്വം നൽകുക ജസ്പ്രീത് ബുംറയും ഹർഷ്ദീപ് സിംഗുമായിരിക്കും. ലോകകപ്പിന് മുൻപ് ബുംറയുടെ താളം നിലനിർത്താനും ഹർഷ്ദീപിന്റെ ഡെത്ത് ഓവർ മികവ് പരിശോധിക്കാനും ഈ പരമ്പര സഹായിക്കും. തിലക് വർമ്മയുടെ പരിക്ക് നിർഭാഗ്യകരമാണെങ്കിലും അത് ടീം ഇന്ത്യക്ക് പരീക്ഷിക്കാവുന്ന ഒരു മികച്ച അവസരമാണ് നൽകിയിരിക്കുന്നത്. ഇഷാൻ കിഷൻ മധ്യനിരയിൽ ക്ലിക്കായാൽ ലോകകപ്പിൽ ഇന്ത്യക്ക് ഒന്നിലധികം ഓപ്ഷനുകൾ ലഭിക്കും. സഞ്ജു, ഇഷാൻ, സൂര്യ, ഹാർദിക്
എന്നിവരടങ്ങുന്ന ഈ ബൗളിംഗ് നിര T20 ചരിത്രത്തിലെ തന്നെ ഏറ്റവും അപകടകാരികളായ ലൈനായി മാറാൻ സാധ്യതയുണ്ട്. ന്യൂസിലാൻഡിനെതിരെ ഈ പുതിയ ഇന്ത്യ എങ്ങനെ കളിക്കുന്നു എന്ന് കണ്ടറിയാം.